Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർത്തീകരിക്കാൻ പോകുന്നു. ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതെ, ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ധൈര്യമായിട്ട് ഈ ഒരു റീഡിംഗ് പ്രതീക്ഷയോട് കൂടി കാണാവുന്നതാണ്. അതുപോലെ ശക്തമായി തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരും മന്ത്രങ്ങള്, ഉച്ചാടനങ്ങള്, സ്പെൽ വർക്ക്, അഫർമേഷൻസ്, അതുപോലെ വാട്ടർ ഹീലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ പവർ എത്ര വരെ എത്തിയെന്നും എത്രത്തോളം അത് സക്സസ് ആകുന്നുണ്ട് എന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ സ്റ്റാർക്ക് ഓഫ് ദ കൊവേനന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 11 ആണ്. തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ന് പറയുന്നത് വളരെയധികം പുതുമയുള്ള ഒരു എനർജിയാണ്. എപ്പോഴും ഫ്രഷ്നെസ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്, ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരു പക്ഷേ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴോ അല്ലെങ്കിൽ വേറെ അന്യനാട്ടിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയതോ അങ്ങനത്തെ ഒരു കണക്ഷൻ ആകാനാണ് കൂടുതലും സാധ്യത. എന്തായാലും ഒരു ട്രാവലിംഗ് എനർജിയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ആദ്യം കണ്ടുമുട്ടിയ ഒരു നിമിഷമാണെങ്കിൽ പോലും, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, എനിക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത് നിങ്ങളെ ആദ്യം തന്നെ കണ്ട് ആ ഒരു പരിചയപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അന്നേരത്തെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ധരിച്ചിരുന്ന വസ്ത്രം, നിങ്ങളുടെ മേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈല്, നിങ്ങളുടെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ, ഇതെല്ലാം തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഈ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയൊരു മാനിഫെസ്റ്റേഷൻ ആയി തന്നെ വർക്കൗട്ട് ആകുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിൽ പോലും ഈ ഒരു കാര്യം, അതായത് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് ആദ്യമായിട്ടുള്ള ആ ഒരു സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം കിടന്നുറങ്ങുന്നത്. എല്ലാ ദിവസവും ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ പേഴ്സൺ ഇത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സണ് എപ്പോഴും ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ പോലും അറിയാതെ പലപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ ഒരുപക്ഷെ എപ്പോഴും രാത്രികാലങ്ങളിലായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം. പക്ഷെ എപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ഏത് കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും അവിടെ ഈ പേഴ്സന്റെ സാന്നിധ്യം വരുന്നത് ഉറപ്പായിട്ടും എന്താണ്, ഈ പേഴ്സൺ നിങ്ങളെ കണ്ടിന്യൂഷൻ ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതിൽ ഏറ്റവും കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പേഴ്സണെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ഇവിടെ വരാൻ പോകുന്ന എനർജി? നമ്പർ 4 ആണ്. ഈ 4 എന്ന് പറയുന്ന എനർജി പോലും വളരെയധികം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 4 എന്ന് പറയുന്നത്. അതായത് വീണാലും 4 കാലിലേ വീടുള്ളൂ എന്നുള്ളൊരു അർത്ഥമൊക്കെ വരും. ആൻഡ് ഓൾസോ ഇത് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും 2:2 എന്ന് പറയുന്ന ഒരു എനർജി ആയിട്ട് വരും. അതൊരു ബാലൻസിങ് എനർജീനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ബർത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് പുതിയൊരു ജനനത്തെയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എത്രമാത്രം അവസാനിക്കപ്പെട്ടു പോയാലും അല്ലെങ്കിൽ അവസാനിച്ചു പോയാലും ബന്ധിക്കപ്പെട്ടു പോയാലും അത് വീണ്ടും എന്താണ്, പൊട്ടിമുളച്ച് വരിക തന്നെ ചെയ്യും. അതായത് എപ്പോഴും ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു ബർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു എനർജി ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ പോലും ഒരിക്കലും ടയേർഡ് ആകുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും മതിയാക്കുന്നില്ല, വേണ്ടാന്ന് വെക്കുന്നില്ല. വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള, ഒരു നോൺ സ്റ്റോപ്പബിൾ ആയിട്ടുള്ള, മറ്റാരെ കൊണ്ടും നിർത്തിവെക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു ഹൈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. ഓക്കെ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ദ ക്യൂൻ ഓഫ് കീസ് ആണ്. ഇവിടെ പല കാര്യങ്ങളിലും വെയിറ്റിംഗ് ആണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ലേഡീസിന്റെ എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ലേഡീസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെയൊക്കെ എനർജി പറയുകയാണെങ്കിൽ അവർക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നിൽക്കുന്നത്. മനസ്സിലായോ? ഏതൊരു സിറ്റുവേഷനിലും വളരെയധികം കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റുന്നത് എപ്പോഴും സ്ത്രീകൾക്കാണ്. പുരുഷന്മാര് ദുർബലരാണ് എന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ പല കാര്യങ്ങളിലും സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു കൊട്ടാരമാണ്, ഇറ്റ്സ് എ കാസ്റ്റൽ, ആൻഡ് ഒരു ക്യൂൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ പ്രിയതമനെ നോക്കിക്കൊണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ ഒരു കാത്തിരിപ്പുണ്ട്. മനസ്സിലായോ? ഇത് ഇന്ന് ഏത് സിറ്റുവേഷനിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ പോലും, ഏതൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു വ്യക്തി തന്റെ പ്രിയതമനെ, താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതിലേതെങ്കിലും ഒരു പേഴ്സൺ എപ്പോഴും ശക്തമായി തന്നെ ഈ വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടു പേരിൽ ഒരാള് ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മനസ്സിലായോ? നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഭൂമിയും വെള്ളവും, അല്ലെങ്കിൽ രാത്രിയും പകലും തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ആണ്, അല്ലെങ്കിൽ അതിനെയും കൂടി ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യൂനിനെയാണ് കാണിക്കുന്നത്. എഗെയിൻ ഒരു സ്ത്രീയുടെ എനർജിയാണ്. ദ ക്യൂൻ ഓഫ് ഫോഴ്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ രാത്രി ഒരു വശമുണ്ട്, സൂര്യനുണ്ട്, രാവിലെ പകലുണ്ട്, സൂര്യനുണ്ട്, ഇപ്പുറത്ത് രാത്രിയുണ്ട്, ചന്ദ്രനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും രണ്ടിനെയും കൂടി നിയന്ത്രിക്കുകയും ബാലൻസ് ചെയ്ത് കൊണ്ടുവരികയും വരുന്ന ഒരു രീതിയിലും കൂടിയാണ് ഈ ഒരു സ്ത്രീ കഥാപാത്രം നിൽക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ബാലൻസിങ് ആയിട്ടുള്ള എനർജി കൂടുതലും സ്ത്രീകളുടെ കൈകളിലാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ഇപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ലേഡിക്ക് നിങ്ങളെ നിയന്ത്രിക്കാനും ഈ റിലേഷൻഷിപ്പിനെ നിയന്ത്രിക്കാനുമുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവർ ഉണ്ടെന്നും, അവർക്ക് അത് എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇമാജിനേഷൻ ചെയ്ത് നേടിയെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നുമാണ് ഇതിലൂടെ വ്യക്തമാക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ അവരൊരു പക്ഷേ ഏരീസിരിയോ സാജിറ്റേറിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫയറി ആയിട്ടുള്ള നേച്ചർ ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടേ പോകുള്ളൂ എന്നുള്ള ഒരു വാശിയേറിയ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത് മാത്രമല്ല, ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ഇതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? പലപ്പോഴും നിങ്ങൾ ഒരു പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടാകാം, ഞാനാണ് എൻ്റെ ലൈഫിലെ ക്യൂൻ, അല്ലെങ്കിൽ ഞാനാണ് രാജകുമാരി, ഞാനാണ് എല്ലാത്തിലും മുകളിൽ, അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനും മുകളിൽ നിൽക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ട്. അത് വർദ്ധിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് മെഡിറ്റേഷനിലൂടെയും, അതുപോലെ ഈ പറയുന്ന പോലെ മാനിഫെസ്റ്റേഷനിലൂടെയും, അഫർമേഷൻ സ്പെൽ വർക്കിലൂടെയും നിങ്ങൾക്കത് ഉയർത്തിയെടുക്കാനായിട്ട് പറ്റും. പലപ്പോഴും നിങ്ങളുടെ എനർജീനെ പറ്റിയിട്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ പലപ്പോഴും ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് നിങ്ങളെ. ഓക്കെ, ഇനിയിപ്പോ ശത്രുക്കൾ എന്താണോ അവര് വിജയിക്കട്ടെ, അല്ലെങ്കിൽ അവര് നോക്കട്ടെ, ഇതെന്റെ വിധിയായിരിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്നവരെയും എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ വിചാരിച്ച് പിന്നിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റില്ല. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അത് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.
ആൻഡ് ഓൾസോ ദ കോട്ട് ഇൻ ദ റൂൺസ് ആണ്. നമുക്കറിയാം ഒരു ഒരു തടവറയിലായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരു വ്യക്തി അങ്ങനെ നിൽക്കുന്നുണ്ട്, അതുപോലെ മറ്റൊരാളും അത് നോക്കി ദയനീയമായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ളത് ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്ത്, അതിപ്പോ എവിടെ ആയിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, വിദേശത്തായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എനിവേർ, എവിടെ ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു ഓവറോൾ എനർജിയെ അത് ഒരു തടസ്സമാണല്ലോ. കാരണം അതിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ ആ സ്റ്റക്നെസ് ആയി പോയിട്ടുള്ള ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെന്തുമായിക്കൊള്ളട്ടെ. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രഷർ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ജോലി മാറ്റം കിട്ടുന്നില്ലായിരിക്കാം, ലീവ് ഇല്ലായിരിക്കാം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം. എന്ത് കാരണം കൊണ്ടാണോ ഈ പേഴ്സൺ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരാതെ ഈ പേഴ്സൺ ഇരിക്കുന്ന എവിടെയാണോ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ടാണോ, എന്ത് കാരണമാണോ, അത് കംപ്ലീറ്റ്ലി നീങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു എനർജി കംപ്ലീറ്റ്ലി റിലീസ് ആകാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇതിനോടകം റിലീസ് ചെയ്ത് പോയി. ഓക്കെ, അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഒരു പവറും കൂടിയായിട്ട് കാണാം, അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തിയും. ഓക്കെ, മേ ബി അതെന്തെങ്കിലും ഒരു കേഴ്സ് പോലെ വന്ന് വീണിട്ടുള്ളൊരു സംഭവമായിരിക്കാം. അതായത് ഒരു പാപം പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില വിധിയായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലയിൽ ഈ വ്യക്തി പോയി വീണിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സന്റെ ആ ഒരു മേഖലയിലാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതായത് ആ ഒരു തടവറയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നു. അതാണ് നമുക്ക് ആ ഒരു കാർഡ് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി 8 ഓഫ് റോസസ് ആണ്. ഇത് കമ്മ്യൂണിറ്റി എനർജിയാണ്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ചുറ്റിനും ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു ടീം വർക്ക് ആയിരിക്കാം, ഒരു ഗ്രൂപ്പ് വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജർ ആയിരിക്കാം, ഒരുപാട് പേരെ ലീഡ് ചെയ്യേണ്ട ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ബിസി എനർജി ആയിട്ടും കൂടി കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ പേഴ്സന്റെ എനർജി എവിടേക്കോ ഡ്രെയിൻ ആയി പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാം. പക്ഷേ ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഈ പേഴ്സൺ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരുപാട് സമയം ചെലവഴിക്കുകയും ഒരുപാട് വ്യക്തികളായിട്ട് ഈ പേഴ്സൺ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും കൂടെ ഈ പേഴ്സൺ പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ്. അത് പലപ്പോഴും ഈ വ്യക്തിക്ക് ചിലപ്പോൾ അതൊരു പോസിറ്റീവ് ആയിരിക്കാം, പക്ഷേ അവരായിട്ടൊക്കെ കൂട്ടുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഈ പേഴ്സണ് സമയമില്ല, എനർജിയും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പലപ്പോഴും സംസാരിക്കാനായിട്ടൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ നൈറ്റ് കോളൊക്കെ, രാത്രി കാലങ്ങളിലെ ഫോൺ വിളിയൊക്കെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം. അപ്പോൾ അതൊക്കെ വിളിക്കുമ്പോൾ പോലും ഈ പേഴ്സണ് ടൈം ഇല്ല, അല്ലെങ്കിൽ എനർജി ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു എനർജിയിലും കൂടെ ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാതെ തന്നെ, നിങ്ങൾ അങ്ങോട്ട് ഈ പേഴ്സന്റെ പുറകെ പോകാതെയും റിക്വസ്റ്റ് ചെയ്യാതെയും തന്നെ ഈ വ്യക്തി സ്വന്തം മനസ്സോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട്, അതായത് നിങ്ങൾ ഇങ്ങോട്ട് കോൾ ചെയ്യുക, നിങ്ങളുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യാൻ വരാം, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു. ഇനി നമുക്ക് ലവ് മെസ്സേജസിലേക്ക് നോക്കാം. യെസ്, ഗിൽറ്റി ആണ്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വിഷമിക്കുന്ന ഘട്ടങ്ങൾ, അല്ലെങ്കിൽ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി അത്രമേൽ വേദനിക്കുന്നുണ്ട്, കുറ്റബോധമുണ്ട് എന്നാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ബ്രോക്കൺ ആണ്. ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ ഈ വ്യക്തി കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന
ഒരു അവസ്ഥയും കൂടിയായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പലതും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലൂടെ വർക്ക് ആകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ആർ സം റിമൈനിങ്. ഓക്കെ, അത് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. യെസ്, ആയില്യം നാള് കിട്ടിയിട്ടുണ്ട്. ദെൻ തൃക്കേട്ട നാള്, മെഡിറ്റേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസസ്. യെസ്, മേ ബി ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആകാം. ഡ്രീമിങ് ഫാന്റസി, മേ ബി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പേഴ്സൺ എപ്പോഴും എല്ലാ ദിവസവും നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങളെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ഓക്കെ, വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളം വെച്ചിട്ടുള്ള പ്രാർത്ഥന കാര്യങ്ങൾ. രേവതി നാള് കിട്ടിയിട്ടുണ്ട്, മൂലം നാള്, അതുപോലെ അശ്വതി. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയണം. പുതിയതായിട്ട് കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.